എൻ്റെ ആഗ്രഹവും എൻ്റെ അഭിനിവേശമൊക്കെ പ്രൊഡക്ഷനോട് അല്ലെങ്കിൽ ഡയറക്ഷനിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങണം, അല്ലെങ്കിൽ സ്വന്തം കമ്പനി. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കമ്പനി, പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങാനൊരു പദ്ധതി ഇട്ട് അത് ചിലപ്പോൾ ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസം നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് വലിയ രീതിയിൽ. അപ്പം ഇനി മുന്നോട്ട്, കാരണം നമ്മളൊക്കെ അറിയുന്ന ശ്രീനിവാസന്റെ മകൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പം നെപ്പോ കിഡ്സ് ആണ് നമ്മളെല്ലാം ഞാൻ ഉൾപ്പെടെ കുറേ, എൻ്റെ ഏട്ടൻ ഉൾപ്പെടെ കുറേ പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ പലപ്പോഴും പരാതി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചുളുവിലങ്ങ് കയറിപ്പോയി, ഇത്ര കഴിവുള്ള എത്ര പേര് പുറത്തുണ്ട്, ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പൊ ഞാൻ ഈ കമ്പനി തുടങ്ങാന്നുള്ള ഉദ്ദേശം തന്നെ ഈ കഴിവുള്ള കുറെ ആൾക്കാരുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് അല്ലെങ്കിൽ സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ല കഥകൾ ഉള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ തേടി കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഒരു ബ്രിഡ്ജ് പോലെ അല്ലെങ്കിൽ ഈ കമ്പനി നിലകൊള്ളും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെ. കാരണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതൊരു ബിസിനസ്സാണ്, സിനിമ ഓടണം, നന്നാവണം, അതൊക്കെ ഉണ്ട് സെക്കൻഡറി. പക്ഷെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നമ്മൾ വൈഡായിട്ട് ഒരു എന്താ പറയണ്ടേ, ഒരു ഓഡിഷൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ തപ്പിപ്പോകുന്നത് ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും ടാലന്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയും ടെക്നീഷ്യന്മാരെയും. അപ്പൊ ഈ കമ്പനി ഫോം ചെയ്ത് തന്നെ, ഈ കമ്പനി ഞാൻ പുറത്ത് 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പുറത്തേ പറഞ്ഞില്ല. ആദ്യമായിട്ട് ഇവിടെ പറയണം, അച്ഛൻ്റെ ശ്രീനിവാസന്റെ പേരിലുള്ള കമ്പനി ആയിരിക്കും. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പറയാണ്, അച്ഛൻ്റെ, കാരണം ആ ലെഗസി തുടർന്നും പോകണം. അപ്പൊ ഈ കമ്പനിയുടെ ഒറ്റ ഉദ്ദേശം, അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ഒറ്റ ഉദ്ദേശം, ഇനി ഉള്ള യങ് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, കാരണം ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ, കാരണം നമ്മളൊരു പ്രായം കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവും. നമുക്ക് വേണ്ടത് പുതിയ കഥകളും ഈ പുതിയ ജനറേഷന് വേണ്ടിയിട്ടുള്ള സിനിമകളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം പുതിയ ആൾക്കാരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കും വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി പുറമേയുള്ള, അപ്പോൾ ആസ് എൻ അപ്പോക്കിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചതാണ്, ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ഇതിലൊരു കമ്പനി തുടങ്ങി അത് ഫ്ലറിഷ് ചെയ്യുക, അല്ലെങ്കിൽ അത് വലുതാക്കി അതിലൂടെ പുതിയ ജനറേഷനിലെ ഡയറക്ടേഴ്സിനെയും റൈറ്റേഴ്സിനെയൊക്കെ ആക്ടേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഇത് എല്ലാ കാലവും അല്ലെങ്കിൽ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ. ഓക്കെ, അതിൽ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി നല്ല സിനിമകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനിടയിൽ എൻ്റെ അഭിനയമോ അല്ലെങ്കിൽ ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, കാരണം എനിക്ക് അതിനോട് വലിയ, നേരത്തെ പറഞ്ഞ നല്ല സിനിമകൾ ഉണ്ടാവുക, അതിനിടെ വല്ലപ്പോഴും അഭിനയിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ചെയ്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇനി ഈ ഓഗസ്റ്റ് തൊട്ടിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നതൊക്കെ ഈ പ്രൊഡക്ഷൻ കമ്പനീനെ, അല്ലെങ്കിൽ ഇതിലൂടെ വരുന്ന ആസ് എ നെപ്പോക്കിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്രയും കാലം സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറെ പേര് വന്നിട്ട് അങ്ങ് ഭരിക്കുകയാണല്ലോ ഇൻഡസ്ട്രി, നെപ്പോക്കിറ്റ്സ് മാത്രമല്ല, അത് പോരാ, പുറമേയുള്ള ആൾക്കാർ വരണം. സിനിമ മോഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവർക്ക് വേണ്ടി ഈ കമ്പനി നിലകൊള്ളൂ. അച്ഛൻ്റെ അടുത്ത് കമ്പനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ല, അച്ഛനോട് ചോദിക്കാതെ അച്ഛനും കൂടെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ. അല്ല, അച്ഛനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റും അല്ലെങ്കിൽ ഇതിനൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയത്. പുള്ളി അതിനെ വെൽക്കം ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ അത് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും വളരെ പോസിറ്റീവായിട്ടും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഈ കമ്പനിയുടെ വിഷൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവതലമുറയിലുള്ള, കാരണം പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ, പുതിയ റൈറ്റേഴ്സ്, പുതിയ ആൾക്കാരെ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ നമ്മൾക്ക് മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സിനിമ ചെയ്യണമെന്നുണ്ട്, എല്ലാവരുമായിട്ട്. അപ്പൊ അതിന്റെ ചെറിയ തോതിൽ നമ്മൾ കഥകളൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ. ഇത് ഓഗസ്റ്റ് തൊട്ടിട്ട് നമ്മൾ വൈഡായിട്ട് ലോഞ്ച് ചെയ്തതിന് ശേഷം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ട്, അല്ലെങ്കിൽ എല്ലാ നാനാഭാഗത്തും പോയിട്ട് വലിയ രീതിയിൽ ഓഡിഷൻസും കഥ കേൾക്കലും പരിപാടി ഞാൻ ഉൾപ്പെടെ ഇറങ്ങി നമ്മൾ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. വൈഡാക്കിയിട്ട് ചെയ്യാമെന്ന് വരിക. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.